പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മാധ്യസ്ഥത്തിലെ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കള്, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തെ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളെ കർത്താവേ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിസ പ്രോസസ്സിലിരിക്കുന്നവരെ, വിസ പുതുക്കി കിട്ടാത്തവരെ, പല രേഖകൾ കിട്ടാത്തവരെ, അതുപോലെ തന്നെ യാത്ര മുടക്കമുള്ളവരെ, പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുള്ളവരെ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാതെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ഓരോരോ ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ ജീവിക്കാൻ നോക്കുന്നവര്, കന്നുകാലികൾ വളർത്തിയും ചെറിയ കടകൾ നടത്തിയൊക്കെ ഉള്ളവര്, വളരെ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഈശോയെ, അവരുടെ ജീവിതത്തെ അങ്ങ് പുഷ്കരമാക്കണമേ. ഈ ആശീർവാദം കൊണ്ട് അവരെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തെ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളെ കർത്താവേ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും
പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, ഈ ദിവസങ്ങളിൽ പള്ളികളിൽ വായിച്ചപ്പോഴേ ഞാനൊരു പരിവചന സങ്കീർത്തനം കേട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹോസി പ്രവാചകന്റെ ആണ് അധ്യായം 6:6. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹനബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. എൻ്റെ പ്രശ്നം, ദൈവം ആഗ്രഹിക്കുന്ന വിഷയം എന്താണ്? സ്നേഹമാണെന്ന്. ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നമ്മള് പണ്ടേ ഞാൻ പള്ളിയെ കുറിച്ച് ഒരു പള്ളിയിൽ എനിക്ക് പണ്ട് മെയിൻ പരിപാടിയായിരുന്നു കുരിശിൻ്റെ വഴി. പള്ളിയിൽ ഇരിക്കുമ്പോൾ അത് എങ്ങനത്തെ ഒരു ഉച്ചക്ക് തുടങ്ങും, ഒരു 3 മണിയാകുമ്പോൾ തുടങ്ങും. ഒരു ബറ്റാലിയൻ അൽമേനികളെ, നല്ല അറിവ് പണ്ഡിത്യമൊക്കെ ഉള്ള അൽമേനികളെ കുരിശിൻ്റെ വഴി പ്രസംഗിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യും. അത് എൻ്റെ മുറി വിളിച്ചു കൂട്ടി. അത് ഞങ്ങളെല്ലാം കൂട്ടുകാരാണ്. കാര്യം അന്ന് ഞാൻ കൊച്ചച്ഛനായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ പ്രായക്കാരെ തന്നെയാണ്. എല്ലാവരും ട്രെയിൻ ചെയ്തെടുക്കും. എന്നിട്ട് അവർ വെള്ളമൊക്കെ എടുത്ത് കറുത്ത കുരിശൊക്കെ പിടിച്ച് എൻ്റെ കൂടെ വരും. എന്നിട്ട് അപ്പോൾ ഈ ഞങ്ങൾ മേഖലാ കുരിശിന് വഴി എന്നാ പറയണം. വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 കുടുംബ യൂണിറ്റുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ എന്നുവെച്ചാൽ ഒരു 2-3 വാർഡുണ്ടാവും. അപ്പോൾ ഈ വാർഡിലുള്ള ആൾക്കാരെല്ലാം കൂടി ഇതിൻ്റെ കൂടെ കൂടും. അത് അവസാനിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 2 മണിയാകുമ്പോഴൊക്കെയാണ് ഇത് അവസാനിക്കണത്. അപ്പോൾ വെള്ളവും പെട്രോമാക്സും ഇതെല്ലാം കേട്ട് ആൾക്കാരാണെങ്കിൽ വളരെ ഭക്തിയോടുകൂടെ അത് എന്താ വെച്ചാൽ ഇതിനെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന ഉള്ളത് കൊണ്ടും ഞാൻ ഇതൊക്കെ ഒരു മിഷനായിട്ടാണ് ചെയ്യേണ്ടത്. കർത്താവിൻ്റെ അടുത്ത് ആരാധനയ്ക്കും ഒറ്റക്കൊക്കെ നിർന്ന് എപ്പോഴും ഇതിൻ്റെ വിശുദ്ധത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെപ്പോഴും ചെയ്യുമ്പോഴേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാം ഇങ്ങനെ ഫങ്ഷനായിട്ട് ആൾക്കാർ ചെയ്യേണ്ടത്. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ, കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു അഭിഷേകമായിരിക്കും അവിടെ. ചില വീട്ടിൽ ചെല്ലുമ്പോൾ നിറയത്തിൽ തമ്മിലിരിക്കും. എന്താ കാര്യത്തിൽ അവിടെ ആർക്കും അവരത് പ്രേയർ ചെയ്തല്ലേ ചെയ്യണം. അവരും മനുഷ്യന്മാർ ചെയ്യണ പോലെയൊക്കെ ചെയ്യും. സാധാരണഗതിയിൽ ഓരോരുത്തർ കാര്യങ്ങൾക്ക് വേണ്ടി അവരങ്ങനെ തിരക്കൊക്കെ കാണിച്ച് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. ദൈവം പോലും ഉണ്ടാകത്തില്ല അവരുടെ ചിന്തയിൽ ആ കാലത്ത്. അതുകൊണ്ട് ആ വീടുകളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പിന്നെ ഇടവക വിചാരിയാകുമ്പോൾ പോകണമല്ലോ എല്ലായിടത്തും. കരയുന്നവിടെ കരയണം, സന്തോഷിക്കുന്നവിടെ സന്തോഷിക്കണം. അതല്ലേ പോളിസി. ദിവസം പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ചിലയിടത്ത് ചെല്ലുമ്പോൾ സങ്കടം വരും, ചിലയിടത്ത് ചെല്ലുമ്പോൾ നല്ല അഭിഷേകമായിരിക്കും. അപ്പം ഇതിപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്യണ കാരണം നല്ല അച്ചടക്കമാണ്, നല്ല ആൾക്കാരുടെ അകത്ത് ലയിച്ചെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഒരു ദിവസം തുടങ്ങിയപ്പോൾ ഒരു ചേടത്തി, അവര് എല്ലാവരുമായിട്ട് കലഹം ഉണ്ടാക്കണ ചേടത്തിയാണ്. അത് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പള്ളിയിലൊക്കെ ചൂടാകണില്ലേ, അത് ഇതുപോലെ കുറേ ജന്മങ്ങളെ കണ്ടിട്ട് അനുഭവിച്ചിട്ടാണ് ഈ പള്ളിയിലൊക്കെ ഇടയ്ക്ക് ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറയണത്. അതായത് ഈ ചേടത്തി 12ാം സ്ഥലത്ത് വെച്ച്, അത് നിങ്ങൾ ജനഗുരുക്കന്മാർ ചിലപ്പോൾ പൊടിക്കൈ പറയാമായിരിക്കും. അത് ഞാനീ പൊടിക്കൈയല്ലേ പറയണത്, ഞാൻ കണ്ട കാഴ്ചയാണ്. ഇവർ 12ാം സ്ഥലത്ത് വെച്ച് പോയി കളഞ്ഞൊരു ഒരു വീട്ടിലായിരുന്നത് 12ാം സ്ഥലം. എന്നിട്ട് പിന്നെ അവർ 14ാം സ്ഥലത്ത് പൊങ്ങി. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ 12ാം സ്ഥലത്ത് വീട്ടുകാരുമായിട്ട് ഇവർക്ക് വഴക്കാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യും. അവർ പള്ളിയിൽ പോകും, കുർബാന കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും.
പക്ഷേ ഈ മറ്റുള്ളവർക്ക് ഇതിൽ വിശ്വാസം പോകാൻ കാരണം ഇത് പങ്കെടുക്കുന്ന ആൾക്കാരുടെ കാട്ടായങ്ങളാണത്. അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ആൾക്കാരെ വിശ്വാസം ഉള്ളവർ കാണിക്കുന്ന വിശ്വാസരാഹിത്യങ്ങൾ, അത് നമുക്ക് ശരിക്കും ആത്മശോധന ചെയ്യേണ്ടതാണ്. നോൻപ് കാലത്ത് വിശ്വാസം ഉള്ളവർ കാണിക്കുന്ന വിശ്വാസരാഹിത്യങ്ങൾ. എൻ്റെ ഇടവകയിൽ ഒരു അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം ഇത് പറയണത് ശരിയാണെന്ന് അറിയത്തില്ല. അദ്ദേഹം കുർബാന, ഞങ്ങളുടെ ഇടവകയിൽ ട്രഡീഷണൽ ഇടവകയായ കാരണം എല്ലായിടത്തും കുർബാന രോഗികൾക്ക് വെള്ളിയാഴ്ച കുർബാന കൊടുക്കണം, മാസാദ്യ വെള്ളിയാഴ്ച. അപ്പം അത് എല്ലായിടത്തും ഇങ്ങനെ അച്ഛൻ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ അച്ഛൻ കൊടുക്കണമല്ല, ട്രഡീഷണൽ ആയതുകൊണ്ട് അച്ഛൻ ചെയ്യണമല്ല എന്ന് വിചാരിച്ച് ചെയ്യണതാ. അപ്പോൾ അച്ഛൻ ഈ കപ്പേരി കൂടെ പോകണമല്ല. അച്ഛന് ഒന്നാമത്തെ കുർബാന കഴിയുമ്പോൾ കപ്പേര് രണ്ടാമത്തെ കുർബാനൊക്കെ നിൽക്കുമല്ലോ, അതുകൊണ്ട് കപ്പേരിന് കൂടെ വരാൻ പറ്റത്തില്ല. അപ്പം അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ നേരത്തെ പോകണം. അച്ഛനെ നിൽക്കാൻ അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ കുർബാന പോക്കറ്റിലിട്ടുള്ളൂ. ആൾക്കാർക്ക് അറിയത്തില്ല ഈ കുർബാന ഇങ്ങനെ പോക്കറ്റിൽ ഇടുന്നുണ്ടോന്ന്. അന്ന് അങ്ങേര്, ഞാൻ വളരെ കുഞ്ഞായിരുന്നു, ഞാൻ സെമിനാരിലൊക്കെ പഠിക്കണ 1ാം 2ാം കൊല്ലമൊക്കെ പഠിക്കും. പക്ഷെ ആ അച്ഛൻ കൊച്ചച്ഛനാണ്. പക്ഷേ അത് നമ്മളെ കുർബാന കൊണ്ട് നെഞ്ചത്ത് വെച്ച് ഒരു മാല പോലെ ഒരു സംഭവം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുർബാന അടക്കം ചെയ്തിട്ട് അത് നെഞ്ചത്ത് പൊക്കി വെച്ചിട്ട് കപ്പേര് മണിയടിച്ചിട്ടാണ് പോണത്. ഇപ്പം ഇന്ന് മണിയടിയുണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല പള്ളികളിൽ. പക്ഷെ എന്നാലും ആ കൈ പൊത്തി കുട പിടിക്കുമ്പോൾ അറിയാൻ പറ്റും കുർബാന ഉണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഇത് ജനങ്ങൾ അവസാനം കണ്ടുപിടിച്ചു അച്ഛൻ ഇങ്ങനെ കുർബാന അലക്ഷ്യമായിട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് അച്ഛനാണെന്ന് പറഞ്ഞാലും ശരി, അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിൽ നിന്നിട്ട് അതിൻ്റെ അർത്ഥം അങ്ങ് മനസ്സിൽ അറിയാതെ ചെയ്യേണ്ടതായിരിക്കും, സൗകര്യത്തിന് ചെയ്യേണ്ടതായിരിക്കും. പക്ഷേ എന്താണ് അതിൻ്റെ അകത്തൊരു സ്നേഹക്കുറവുണ്ട്. അതാണ് പറഞ്ഞത്, ഞാൻ ബലിയല്ല ആഗ്രഹിക്കുന്നത്, സ്നേഹമാണ്. ഇപ്പം ഈ ചെടുത്ത് ചെയ്തതിന് അത് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്. അവരാ 12ാം സ്ഥലത്ത് മുങ്ങിയിട്ട് 14ാം സ്ഥലത്ത് പൊങ്ങണം. അപ്പം ഇങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അർത്ഥം നഷ്ടപ്പെട്ട് അത് അനാചാരമായിട്ട് മാറും. നോൻപ് കാലത്ത് ആചാരങ്ങളൊക്കെ ചെയ്യുന്നവരുടെ ആചാരങ്ങൾ കൂടുതലാണ് നോൻപ് കാലത്ത്. പക്ഷേ അർത്ഥം നഷ്ടപ്പെട്ട സ്നേഹത്തിൽ വളരുന്നില്ല, അനുരഞ്ജനപ്പെടുന്നില്ല. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് നിനക്ക് ശത്രു ബാക്കി അവശേഷിക്കണമെന്നുണ്ടെങ്കിൽ നീ ചെയ്ത മുഴുവനും അനാചാരമാണ്. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞു, പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതിന് ശേഷവും അതിൽ ആ നഗരി കാണിക്കലും, ചില പള്ളികളിലൊക്കെ നഗരി കാണിക്കലില്ലേ, എന്തോ ഒരു ഇടിയൻ ആൾക്കാരവിടെ രൂപം മുത്താനൊക്കെ. പക്ഷേ അതിനുശേഷം ആ ശത്രുതയായിട്ട് നിൽക്കുന്നു. കർത്താവിൻ്റെ തിരുസ്വരൂപം മുത്താൻ വേണ്ടി ഇടിച്ച ആൾക്കാരുടെയും ശത്രുതയായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോഴെന്താ പറ്റേണ്ടത്? അർത്ഥം, ആചാരത്തിന് അർത്ഥം നഷ്ടപ്പെട്ട് അയാൾ കാണിച്ചത് അനാചാരമാണ്. അതുകൊണ്ടാണ് ദൈവതിരുസന്നിധി അസ്വീകാര്യമായി മാറുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം നോൻപ് കാലത്ത്, പിതാവിൻ്റെയും പുത്രൻ്റെയും. ആ ടൈമിൽ എൻ്റെ പാരൻസ് ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സമയത്ത് അമ്മ സിസ്റ്റർ ഇൻ ലോവിനെ അറിയിച്ചു. ആളുടെ ഹസ്ബൻഡ് വന്നിട്ടാണ് ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നതും നെക്സ്റ്റ് ഡിസിഷൻ എടുത്ത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ കൊടുക്കുന്നത്. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ടൈമിൽ എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതായിട്ട് ഡോക്ടർ പറഞ്ഞു. എങ്കിലും ഫസ്റ്റ് 5 days ഞാൻ ICUവിലായിരുന്നു. പിന്നെ 6th day ആയപ്പോൾ എന്നെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ ടൈമൊക്കെയും എൻ്റെ ഒത്തിരി റിലേറ്റീവ്സ് എന്നെ പേഴ്സണലി വിളിച്ച് പറഞ്ഞത്, ഞങ്ങൾ കൃപാസനത്തിൽ പോയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, പേടിക്കണ്ട, രക്ഷപ്പെടും. ഈ ടൈമിൽ ഞാനും പ്രാർത്ഥിച്ചത് അത് തന്നെയാണ്. കാരണം എല്ലാവർക്കും അറിയാം, ഒരു കുഞ്ഞിനെ മറ്റൊരാളുടെ അടുത്ത് വിട്ടിട്ട് പോകുമ്പോൾ ഒരമ്മയ്ക്ക് ഒട്ടും പറ്റില്ല ഒരിടത്തായിരിക്കാൻ. ഞാനും ഒത്തിരി ശ്രമിച്ചു, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അത് ഒരു 25 days ആയപ്പോൾ ഞങ്ങൾക്ക് ഡിസ്ചാർജ് കിട്ടി. ഞങ്ങൾ വീട്ടിൽ പോയി.
വീട്ടിൽ പോകുമ്പോൾ എനിക്ക് യൂറിനറി കാത്തറ്റർ ഉണ്ട്, നടക്കാൻ കുറച്ച് ഡിസബിലിറ്റീസ് ഉണ്ട്, എന്നാലും ഞാൻ വാക്കിംഗ് എയ്ഡ് വെച്ചിട്ട് നടക്കുമായിരുന്നു. വീട്ടിൽ വന്ന് എൻ്റെ റിലേറ്റീവ്സ് കൊണ്ടുവന്ന് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ, അതായത് തൈലവും ഉപ്പും ഒക്കെ കൊണ്ട് തന്നു. ഞങ്ങളത് യൂസ് ചെയ്തു, ഡെയിലി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാരൻസിൻ്റെ ഒപ്പം നോർത്തിലേക്ക് പോയി. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗവും റെസ്റ്റും ഒക്കെ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ നോർത്തിലേക്ക് പോകേണ്ടി വന്നു. പോയി ആ ടൈമിൽ ജനുവരി ആയപ്പോൾ എനിക്കപ്പോൾ കംപ്ലീറ്റ്ലി, അതായത് ഞാൻ സെൽഫായിട്ട് എല്ലാം ചെയ്യുന്ന ഒരു സ്റ്റേജിലായപ്പോഴാണ് ഞാൻ നോർത്തിലേക്ക് മാറുന്നത്. അതിന് ആദ്യം തന്നെ ഞാൻ അമ്മ മാതാവിനോട് നന്ദി പറയുകയാണ്. കാരണം അത്രയും വേഗം ഒരാൾക്കും ഇമ്പ്രൂവ്മെൻറ്റ് വരില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ കേസ് 65% മാത്രം അവർ ഉറപ്പ് തന്നൊരു കേസിൽ അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത് ജനുവരി ഒക്കെ ആയപ്പോൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോയ്ക്ക് ഒരു ആക്സിഡൻറ്റ് വന്ന് ഫിമറൽ ഫ്രാക്ചർ ഉണ്ടായി. ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോൺ ഒട്ടും ഇത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു, പൊടിഞ്ഞു പോയ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാലും എമർജൻസി ഓപ്പറേഷൻ നടന്നു. ആൾക്കും ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ആളും നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നടന്ന രണ്ടാമത്തെ അനുഗ്രഹവും. ആ ടൈമിൽ ഞാൻ ഓൺലൈനായിട്ട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് എൻ്റെ ഭർത്താവിന് ഈ അടുത്ത്, അതായത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഏകദേശം 4 ദിവസങ്ങൾക്ക് മുന്നേ 2 ജൂലൈയിൽ ആൾക്കൊരു സഡൻ സ്ട്രോക്കിൻ്റെ എപ്പിസോഡ് ഉണ്ടായി. ആൾ ദുബായിലായിരുന്നു. ആ ടൈമിൽ ആൾക്ക് വയ്യാണ്ട് വന്നു. ആൾ ബാത്റൂമിനകത്തായിപ്പോയി. എല്ലാവർക്കും അറിയാം, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് 6 hours തന്നെ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് 50-50 ചാൻസസ് ഡോക്ടർ എല്ലാവരോടും പറയുള്ളൂ. എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വരുമെന്ന് ആരും പറയത്തില്ല. അപ്പോൾ ആളൊരു 12 hours ഒരു ബാത്റൂമിനകത്ത് പെട്ടുപോയി. അവിടെ ദുബായിലായിരുന്നത് കൊണ്ടും കൂടുതൽ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അങ്ങനെയൊന്നും ആരും അടുത്തുണ്ടാവാനൊരു സാധ്യതയായിരുന്നുകൊണ്ടും പുള്ളി ആ ഒരു 12 hours എങ്ങനെയൊക്കെ അതിൽ മാനേജ് ചെയ്തു. 12 hours കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ ഫ്രണ്ട്സ് വന്ന് ബാത്റൂം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മനസ്സിലായത് ആൾ അതിൻ്റെ അകത്തുണ്ടെന്ന്. ആളെ വെളിയിൽ ഇറക്കുമ്പോഴാണ് എനിക്ക് നാട്ടിലേക്ക് കോള് വരുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡിന് സ്ട്രോക്ക് ആണെന്ന് തോന്നുന്നു, ലെഫ്റ്റ് സൈഡ് നല്ല വീക്ക്നെസ് ഉണ്ട്, ആൾക്ക് എണീക്കാൻ പറ്റുന്നില്ല, എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. കോള് കട്ടായി. ആൾക്ക് അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു എല്ലാ ബ്ലഡ് ചെക്കപ്പും കഴിഞ്ഞതിൻ്റെ ബേസിൽ ആൾക്ക് ഡയബറ്റിക് ആയതുകൊണ്ടായിരിക്കാം സ്ട്രോക്ക് വന്നതെന്ന് പറഞ്ഞു. ഡയബറ്റിക് HbA1c ചെയ്തപ്പോൾ 12.6 ആയിരുന്നു. ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഡോക്ടറും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫിറ്റ് ടു ട്രാവൽ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് തന്ന് ഞങ്ങൾ നാട്ടിൽ ആസ്റ്റർമെഡ് സിറ്റിയിലേക്ക് മാറ്റിയ ആളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടേഴ്സ് സെയിം ടെസ്റ്റുകളൊക്കെ ഇവിടെയും കണ്ടിന്യൂ ചെയ്തു. കുറേ അധികം ടെസ്റ്റുകൾ ചെയ്തതിൽ HbA1c അവിടത്തേനേക്കാളും കുറച്ച് വ്യത്യാസം, എന്നാലും 11.6 തന്നെയായിരുന്നു ഇവിടെയും. പിന്നീട് MRI ചെയ്തു. MRI ചെയ്തപ്പോൾ അവർക്കൊരു ഡൗട്ട് തോന്നി. അവർ DSA ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ചെയ്തു. അതിൽ ആളുടെ ബ്രെയിനിൽ 2 ഭാഗത്തും കാരോട്ടിഡ് ആർട്ടറി നാരോയിങ് സ്റ്റേജിലാണെന്നും അതൊരിക്കലും റിക്കവറി ഉണ്ടാവാത്തൊരു സ്റ്റേജാണെന്നും ടെമ്പററി ആയിട്ട് എന്ത് വേണേലും ചെയ്യാം, പക്ഷേ ആൾക്ക് ഇനി ഒരു സ്ട്രോക്ക് ഉണ്ടായാൽ ആളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡെയിലി ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഉറപ്പിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ആൾക്ക് കൊണ്ട് ഇവിടുത്തെ തൈലം കൊടുത്തു. കാശ് രൂപം ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആൾക്ക് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുമ്പോഴും വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ചെറിയ ചെറിയ ആംഗിൾ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫിസിയോ കൊടുത്തു. ഡെയിലി മരുന്നും തിന്നിങ് ആയിട്ടുള്ള മരുന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ നാരോയിങ് ആർട്ടറീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊന്നും മെഡിസിൻ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഒരു കുറച്ച് നാൾ നമ്മൾ നല്ലോണം ഡെയിലി ഫിസിയോ കൊടുത്തു. ഫസ്റ്റ് റിവ്യൂവിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൾക്ക് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഞാൻ കാണുന്നില്ല, ഇനി കാല് ശരിയായില്ലെങ്കിൽ കാലിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ കൂടെ നടത്തേണ്ടി വരും, അത് സ്ട്രോക്ക് വരുന്ന എല്ലാ പേഷ്യൻസിനും ജനറലി ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു. ആ ഒരു ടൈമിലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാറ്റം വരും. കുറച്ചൊക്കെ ആളെ ഡയറ്റിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് നിർത്തി. ഡയറ്റ് അക്കോർഡിംഗ്ലി ഞാൻ കൊടുത്തു. 2 മാസം കഴിഞ്ഞ് വീണ്ടും റിവ്യൂവിന് ചെന്നു. ഞങ്ങളുടെ അടുത്ത് ഡോപ്ലർ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോപ്ലർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും ചെയ്തു.
ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിൽ HbA1c 1 മാസം മുന്നേ ചെയ്തത് 11.6 ആണെങ്കിൽ അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. 5 ആയിട്ട് മാറി. ഡോക്ടറിന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ഹൈക്കിൽ നിന്നൊരാൾക്ക് ഡയറ്റും മെഡിസിനും കൊണ്ട് ഇത്ര പെട്ടെന്ന്, അതായത് 2 മാസത്തിനകത്ത് വന്നെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ വിശ്വസിക്കുന്നത് അമ്മ മാതാവ് തന്നെ ചെയ്തു തന്നതാണ്. രണ്ടാമത് ആളുടെ സ്കാൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്ന ആ ഒരു കാരോട്ടിഡ് ആർട്ടറിയുടെ നാരോയിങ് ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ സ്കാൻ റിപ്പോർട്ടായിട്ട് ഡോക്ടറിന് അത് ഫീൽ ചെയ്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലും അത് കൺഫേം ചെയ്യാനായിട്ട് ഇനിയൊരു സ്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു 2 months കഴിഞ്ഞേ ഉള്ളൂ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് മാതാവ് കാണിച്ചു തന്നത് കൊണ്ട് അതും ഓക്കെ ആവുമെന്ന്. എന്നാലും ഇത്രയും റിക്കവറി ഒരാൾക്ക് വരുമെങ്കിൽ അത് അമ്മ മാതാവിൻ്റെ വഴി തന്നെയാണ്. കാരണം ആൾ ശരിക്കും കിടപ്പിലായിരുന്നു, യൂറിനറി ട്യൂബ് ഉണ്ടായിരുന്നു, ആൾ ശരിക്കും മോഷൻ ചെയ്യാൻ വരെ മറ്റൊരാളുടെ ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരുന്ന ആളിപ്പോൾ എല്ലാം സെൽഫായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ദൈവം തന്ന അനുഗ്രഹത്തിനെ ഓർത്ത് ഞാനിപ്പോൾ നന്ദി പറയുകയാണ്. എൻ്റെ പേര് മീനു. ഞാൻ വരുന്നത് ഹരിപ്പാട് നിന്നാണ്. ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത് 9/8/2021 ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു പെട്ടെന്ന് ബോഡി ഫുള്ള് സ്വെല്ലിങ് ആയൊരു, എന്താ അസുഖം എന്നറിയത്തില്ല, ബോഡി ഫുള്ള് സ്വെല്ലിങ് ആയി. ആൾക്ക് ക്രിയാറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അവിടുന്ന് 10 ദിവസത്തോളം ഹോസ്പിറ്റലിൽ പോകാനൊരു മാർഗ്ഗമില്ലാതെ ഞങ്ങൾ 2 ആളും വീട്ടിൽ തന്നെ കിടന്നു. 10-12 ദിവസം ആയതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് പറയുന്നത് ഇതുപോലെ സുഖമില്ല, ആൾ തീരെ പറ്റുന്നില്ല, എത്രയും പെട്ടെന്ന് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഞാൻ ഇതുപോലെ കൃപാസനം എന്ന് പറഞ്ഞ യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു നോക്കി സെർച്ച് ചെയ്യുമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചിട്ട് ഇനി ഇവിടുത്തെ ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ചേച്ചിയുടെ സാക്ഷ്യത്തിൽ ആ ചേച്ചി ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഈ ഹിന്ദുവാണ്. ഞാനിങ്ങനെ 3-ാമത്തെ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലാൻ തുടങ്ങി. വെളുപ്പിനെ 5:30 ആയപ്പം അതോടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ശരീരത്തിൽ നീരും കൂടാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ പോകാനൊന്നും ഒരു മാർഗ്ഗം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയാണ് ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ആളിനെ കൊണ്ടുപോകുന്നത്. നേരെ പുഷ്പഗിരിയിലേക്കാണ് കൊണ്ടുപോയിട്ട് ആളിനെ ആദ്യം കൊണ്ടുവന്നത് ICUലേക്ക് മാറ്റി. അന്ന് അദ്ദേഹത്തിന് ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ ഡയറക്റ്റായിട്ട് ഡയാലിസിസിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഡയാലിസിസ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ എന്നെ ICUവിൻ്റെ ഒക്കെ വിളിപ്പിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇയാളെങ്ങനെ ജീവിച്ചിരുന്നു ഇത്രയും ദിവസവും എന്നോട് ചോദിച്ചു. ഈ 10-12 ദിവസം ഈ ബോഡി ഫുള്ളും ഇത്രയും നീരായിട്ട് ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കത്തില്ല. സിസ്റ്റർമാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി ഇത് എന്തോ അത്ഭുതമാണ്, ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ കാണുന്നതെന്ന് പറഞ്ഞു. നടന്നു പോലും ഇന്നിച്ചു പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആളുകളെ താങ്ങിയാണ് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ആൾ നടന്നാണ് തിരികെ വീട്ടിൽ വരുന്നത്. പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സമ്പാദ്യമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. എത്രയും പെട്ടെന്ന് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ആൾ ചെറുപ്പമാണ്. ഇപ്പം ഡോക്ടറിൻ്റെ ആ ഒരു വാക്കിൽ ഞാനൊന്നും ചിന്തിച്ചില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് തന്നെ തീരുമാനിച്ചു. ഞങ്ങൾക്കൊരു ഡോണറിനെ കിട്ടി. മാർച്ച് 2-ന് ഞങ്ങളുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. സമ്പാദ്യമൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എല്ലാ വഴിയും മാതാവ് തന്നെ വന്ന് തുറന്നു തന്നത്. സർജറിക്ക് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക് പോലും എങ്ങനെയാണ് നടന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഓരോ സ്ഥലത്തും എനിക്ക് വേണ്ടിയിട്ട് എല്ലാ പേപ്പർ വർക്കും കംപ്ലീറ്റായി എനിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലൊരു കാര്യത്തിലും എനിക്ക് ഒരു തടസ്സവും വന്നിട്ടില്ല. ഓപ്പറേഷൻ സക്സസ് ആയി. 3-ാമത്തെ ദിവസം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഇവിടെ ആരും ഇല്ല. അപ്പം ഞാൻ ഇവിടുന്ന് കൗണ്ടറിൽ ഇരിക്കുന്ന മാതാവിൻ്റെ ഒരു ചെറിയൊരു രൂപമുണ്ട്, അതെൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ള ഒരു രൂപമാണ്. ഞാൻ ഇത് മാത്രം കൈ പിടിച്ചിട്ടാണ് ഞാൻ എല്ലായിടവും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, വീട്ടിൽ മുതിർന്ന ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചുകൊണ്ട് പോവാം, അവരോട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ആരും ഇല്ല, മാതാവ് മാത്രമേ ഉള്ളൂ, ഡോക്ടർ പറഞ്ഞോളാൻ പറഞ്ഞു. അതുപോലെ ട്രാൻസ്പ്ലാന്റ് സക്സസ് ആയിരുന്നു, പക്ഷേ വെച്ച വൃക്ക പ്രവർത്തിക്കുന്നില്ല, എന്താ കാര്യമൊന്നും അറിയത്തില്ല, ഒരു ഒപ്പിട്ട് തരണം, നമുക്ക് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ബയോപ്സി ചെയ്തു. ഇപ്പം ആൾക്ക് വൃക്കയിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്. 10-12 ദിവസം പിന്നെയും ആൾ ICU തന്നെ, ഒരു രക്ഷയില്ല. വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള, അല്ലെ നിങ്ങൾ റൂമിൽ തന്നെ എന്താ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളിനെ റൂമിൽ കൊണ്ടുവന്നപ്പോൾ ഞാനും ആളും ഒരു റൂമിലേ ഉള്ളൂ. അപ്പോൾ ആളുടെ വയറ്റിൽ
ആ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ആ ഭാഗത്തായിട്ട് ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ചിട്ട് ആളുടെ നെഞ്ചത്ത് ഞാൻ എൻ്റെ കയ്യിലിരുന്ന മാതാവിനെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ആളുടെ ചുറ്റും, എനിക്ക് അറിയത്തില്ല പ്രാർത്ഥന എന്തോന്ന്, ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ എങ്കിലും ഞാൻ ജെറിക്കോ പ്രാർത്ഥന ആ സമയത്തൊക്കെ ഞാൻ മൊബൈലിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ആളുടെ ചുറ്റും, ആ കട്ടിലിന് ചുറ്റും മാതാവിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. കാശുരൂപ ആളുടെ വയറ്റത്ത് വെച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം ഡോക്ടർ വന്നിട്ട് സ്കാൻ ചെയ്തിട്ട് പോയി. പിറ്റേ ദിവസം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഷാജിയുടെ റിപ്പോർട്ട് തന്നെയാണോ ഇതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം ചെയ്ത റിപ്പോർട്ടിൽ അതിൽ സർക്കുലേഷനൊന്നുമില്ല. രണ്ടാമത് ഇന്നലെ രാത്രി ചെയ്ത റിപ്പോർട്ടിൽ വെച്ച വൃക്കയ്ക്ക് ചുറ്റും നന്നായിട്ട് സർക്കുലേഷൻ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മാതാവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ 2027 ഓഗസ്റ്റ് 27 ഞങ്ങളുടെ വിവാഹ വർഷം. മാതാവിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് 27 അടുത്ത വിവാഹ വർഷത്തിന് എൻ്റെ ഹസ്ബൻഡിന് ഈ ക്രിയാറ്റിൻ 0.8 എന്നുള്ളൊരു റിപ്പോർട്ട് എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഈ ഓഗസ്റ്റ് 27 അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് 0.8 എന്നുള്ളൊരു റിപ്പോർട്ടിൽ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ റിപ്പോർട്ട്. അദ്ദേഹത്തിന് അതിനുശേഷം ഈ സർജറിക്ക് ശേഷം ഈ ബോഡിയിൽ എപ്പോഴും നമ്മൾ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നോക്കണം. WBCയുടെ കൗണ്ട് കണ്ടമാനം കൂടിയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കൗണ്ടിന് യാതൊരുവിധ വ്യത്യാസവും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ സർജറി കഴിഞ്ഞവർക്ക് പലർക്കും ഇപ്പോഴും ക്രിയാറ്റിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടായാലും അതിനുശേഷം 1, 2, 3 വട്ടം ആൾക്ക് WBCയുടെ കൗണ്ട് കൂടിയിട്ടും ക്രിയാറ്റിൻ ലെവൽ മാത്രം ഒരു കുഴപ്പവും ഇല്ലാതെ ഇപ്പോഴും സ്റ്റേബിളായിട്ട് തന്നെയാണ് ആൾക്ക് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ മോന് ഇതുപോലെ പെട്ടെന്ന് അവന് സാച്ചുറേഷൻ അങ്ങ് ഡൗൺ ആവുക എപ്പോഴും. അത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാൻ അവിടുന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ അവനെ ICUയിൽ ഞങ്ങൾ വണ്ടാനത്ത് കൊണ്ടുവന്നു. ഞങ്ങൾ നിന്ന വേഷത്തിൽ തന്നെയാണ് വന്നത്. അവിടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ICUയിലേക്ക് മാറ്റണം, കുഞ്ഞിനെ സാച്ചുറേഷൻ കുറവാന്ന് പറഞ്ഞു. ICU കയറ്റി ഓരോ മണിക്കൂർ കഴിയുന്തോറും എൻ്റെ കുഞ്ഞിന് ഷുഗർ ലെവൽ കൂടി വരിക. ഷുഗർ ലെവൽ കൂടുന്നതെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും അപ്പുറം. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു ഷുഗർ പേഷ്യൻ്റ്. അദ്ദേഹത്തിൻ്റെ ഷുഗർ രോഗം മൂലം അദ്ദേഹം ഈ 2 വൃക്കകളും നഷ്ടപ്പെട്ട് ഞങ്ങൾ ഇത്രയും രോഗാവസ്ഥയിൽ കൂടെ കടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ വന്ന അതേ രോഗം തന്നെ എൻ്റെ മകനും വന്നെന്നറിഞ്ഞാൽ വേറെ ഒന്നും നോക്കത്തില്ല, അദ്ദേഹം ആത്മഹത്യ തന്നെ ചെയ്യുമെന്ന് തന്നെ എനിക്കറിയാം. കാരണം എപ്പോഴും എന്നോട് പറയുമായിരുന്നു, കുഞ്ഞുങ്ങളെ മധുരം കൊടുത്ത് വളർത്തരുത്, കാരണം ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ മക്കൾ അനുഭവിക്കരുതെന്ന്.